അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് ദൂരം കൂടെ നടന്നിട്ട് റൂമിൽ പോകും, ഫ്രഷ് ആവും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസം കേട്ടോ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ലോങ് വീഡിയോസ് കുറേ ദിവസമായി ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഫ്രൈഡേ ആണ്, എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനും കൊക്കോയും പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. കൊക്ക കണ്ടോ തലയിൽ കയറിയിരിക്കുകയാണ്. കൊക്ക ഭയങ്കര പാടാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങാനിപ്പോൾ. ഭയങ്കര കുരുത്തക്കെട്ട വെച്ചാണ് കേട്ടോ കൊക്കോ. കുറേ ദിവസമായി ഇങ്ങനെ പകലിങ്ങനെ കുറേ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടേ കൊക്കോയായിട്ട് കണ്ടോ കൊക്കോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചെറിയ ചെറിയ അറബി വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചെറിയ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. അതെ, എടുപ്പാണ്ട് ഈത്തപ്പഴമൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ചൂട് വലിയ ചൂടൊന്നും തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല ചൂടൊക്കെ ആയി തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഒരു മഴയുടെ അന്തരീക്ഷവും ഒരു മഴക്കോളൊക്കെയാണ്. ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, നാട്ടിൽ ഭയങ്കര ചൂടും ഇതൊക്കെയാണല്ലോ. പക്ഷെ ഇവിടെ വലുതായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ തുടങ്ങുമ്പോൾ ഒരു തുടക്കമാണ്. നാട്ടിലപേക്ഷിച്ച് ഇവിടെ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ ഞാൻ പറയും സൗദിയിലാണ് ഇനിയിപ്പം വലിയ ചൂടില്ല എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ പറയും സൗദിയിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അതായത് തുടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചില ദിവസങ്ങളിൽ ചൂട് വരും, ചില ദിവസങ്ങളിൽ നോർമലായിട്ട് ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ പോവുകയാണ് കേട്ടോ. ഇന്നലെ ചെറിയ മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇനി നമുക്ക് ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ടില്ല. അന്നേരം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ കോക്കായിട്ടൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. ഇനി ചോറ് കഴിക്കണം. ചിക്കൻ കറിയും ചോറും പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കഴിക്കണം. കഴിച്ചിട്ട് ഇന്ന് എവിടെയും പോകുന്നില്ല കേട്ടോ. ഫ്രൈഡേ ആണ്, പക്ഷെ ഇന്ന് എവിടെയും പോകുന്നില്ല. കാരണം കഴിഞ്ഞ ഫ്രൈഡേ ഒക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഇന്നലെ ഇക്കാക്ക് ലുലുവിൽ മേഡത്തിൻ്റെ അവിടെ ഓട്ടം പോകണമായിരുന്നു കേട്ടോ, മാമാടെ അവിടെ. അപ്പോൾ ഇക്ക അവിടെ പോയി ഇന്നത്തെ ആവശ്യമുള്ള 2-3 ഐറ്റങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിനിപ്പം പോകുന്നില്ല. അതുപോലെ നമ്മളിനി ടാക്സിയിലൊക്കെ പോകണ്ടേ, അതുകൊണ്ട് പോകണില്ല. അന്നേരം ഇന്ന് ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇച്ചിരി ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ടില്ല, രാവിലെ പുട്ട് കഴിച്ചാണ്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ചെറിയൊരു വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കണം. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നവരൊക്കെ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലൊന്ന് എന്താണ് ഹൈപ്പൊക്കെ ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ കോക്കോസ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ കോക്കോസ് കേട്ടോ. മൈനയാണ്. കുത്തുന്നുണ്ടോ? തൊട്ടേനാണ്, ദേഹത്ത് തൊട്ടേനാണ്, കുരുത്തക്കേടാണ്. അപ്പോൾ ഞങ്ങളെ കോക്കോയും ഞങ്ങളെയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻസൊക്കെ ചെയ്യുന്നുണ്ടോ? വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണം. കേക്ക് എല്ലാ പ്രാവശ്യവും ചോക്ലേറ്റ് പോലത്തെ കേക്കാണ് ഉണ്ടാക്കി. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളൊക്കെ കാണിച്ചു തരാവേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ ക്യാരറ്റും ഡേറ്റ്സും പിന്നെ പഴമൊക്കെ വെച്ചിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. മുമ്പൊരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് അതിനകത്ത് ക്യാരറ്റും ഡേറ്റ്സും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വേവണ്ട ക്യാരറ്റ്. എന്നിട്ട് നമ്മൾ സാധാരണ കേക്കിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ ബാറ്റർ തയ്യാറാക്കുന്നത് അതുപോലെ ആക്കുക, കുക്ക് ചെയ്തെടുക്കുക. അതാണ് കേട്ടോ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വിശദമായ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ടേക്കാം. ഇപ്പം ഇവിടെ അധികം സ്ഥലവോ വെട്ടമോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കത്തേ ഉള്ളൂ കേട്ടോ. ക്യാരമലിനകത്ത് ഡേറ്റ്സും ക്യാരറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതിയേ, ഒരുപാട് കുക്കാവണ്ട. ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാവും. നമ്മൾ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാനാണ് കേട്ടോ. ഞാൻ കണ്ട് ഇതിനൊരു കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. നമുക്കിവിടെ അളവ് പോലോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം എൻ്റെ ഒരു കൈക്കണക്ക് മാത്രം. അപ്പം ഇത് നമ്മൾ അരിപ്പേനകത്ത് ഇടുക കേട്ടോ. ഇനി സോഡാപ്പൊടി തണ്ട ഒരു ശകലം, ആവശ്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഇനി ബേക്കിംഗ് പൗഡർ അത് കണ്ടത് ഇത്രയും, ഒരു 1/2 സ്പൂൺ. ഇത് ഇത്രയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നമ്മൾ 2 മുട്ട, ഇതെല്ലാം ജാറിനകത്തോട്ടാണ് ഇടുന്നത് കേട്ടോ. കാരണം ഇവിടെ മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. 2 മുട്ട വെച്ചിട്ടുണ്ട്, പിന്നെ പഞ്ചസാര. ഇതിനകത്ത് ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഡേറ്റ്സ് ഒക്കെ ചേർക്കുന്നുണ്ട്, അതിനകത്തൊക്കെ മധുരം ഉണ്ടല്ലോ. പിന്നെ 1 സ്പൂൺ വാനില എസൻസ്. കറുകപ്പട്ടയുടെ പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ, ഒരു പ്രത്യേക ഒരു മണമായിരിക്കും. പിന്നെ കുറച്ച് ഓയിൽ. ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ടങ്ങ് അടിക്കുകയാണേ. നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് പഴം, ഒരു ചെറിയൊരു പഴവും കൂടി ഇതിനകത്ത് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കാരമലിനകത്ത് ആക്കി വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും ക്യാരറ്റും ഇനിയാണ് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബേക്കിംഗ് ട്രേ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഓവനിലോട്ട് ഇത് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഞാനിത് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഓവൻ. ഇതിന് ഒരു 45 മിനിറ്റ് വെച്ചിരിക്കുന്ന ഫ്ലെയിമിൽ, ഒരു 4-ലാണ് ഇത് വെച്ചിരിക്കുന്നത്. 45 മിനിറ്റ് അത് അവിടെ ഇരുന്ന് കുക്കാവും. ഈ ബേക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടം തോന്നിയത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. ഇവിടെ മാമ ഒരു അടിപൊളി ബേക്കറാണ്, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഇതൊക്കെ അവരുണ്ടാക്കുന്നത് ഞാൻ കണ്ടതാണ് കേട്ടോ, കണ്ടുപിടിച്ചതാണ്. അപ്പം ഇനി ഇത് കുക്കായതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കേക്ക് സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്നുള്ളത്. ഒരുവിധം ആയിട്ടുണ്ടെന്ന് കുത്തി നോക്കട്ടെ. ഒരു വട്ടം ഞാൻ വന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് വയ്ക്കാം, ഒന്ന് ആറി തണുക്കട്ടെ. നമ്മളെ കേക്ക് സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ കേക്ക്.
ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്, നല്ല ചൂടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ റെസിപ്പി. ചിലർ ഇതിന് ചട്ടിയപ്പോൾ എന്നൊക്കെ പറയും, ശരിക്കിത് കേക്കാണ്. സൂപ്പർ. അതൊക്കെ നട്ട്സ് ഇടുന്നവർക്കൊക്കെ നട്ട്സ് ഇടാം കേട്ടോ. നമ്മുടെ കയ്യിൽ പിന്നെ ആ സാധനങ്ങളൊന്നുമില്ല. ഇടയ്ക്കുണ്ട് ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ സൂപ്പർ കേക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അത് നമ്മൾ പീസാക്കി ഇങ്ങനെ ബോക്സിൽ ഇട്ട് അടച്ച് ചൂടൊക്കെ ആറിന് ശേഷം വയ്ക്കും. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓരോ പ്രാവശ്യം ഞാൻ കോഫി ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കും. ഇക്കായ്ക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കേക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, കേക്ക് കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഈ കേക്ക് കഴിക്കും കേട്ടോ, ഇതിൽ ഓവർ മധുരമൊന്നുമില്ല. മറ്റേ ഞാൻ മുമ്പ് എപ്പോഴും ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്കാണ്, അതിനകത്ത് ഒരുപാട് മധുരം ചേർക്കും. ഇതിൽ മധുരമൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾ നടക്കാൻ പോവാണ് കേട്ടോ, പുറത്ത് എവിടെയും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു 2 റൗണ്ട് നടക്കാൻ പോവാണ്. ഇനി പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാവേ. നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, ഇക്കതാണ്ട് കൂടെ ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും മിക്കവാറും ഇപ്പം ഈ ഒരു മാസം ഫുള്ള് നൈറ്റ് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, നേരത്തെ ജോലി കഴിയുമ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങുന്നതാണ്, ഒരു എക്സസൈസും കൂടെ ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഉണ്ട്, പുറത്തോട്ട് വേറെ സൂപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ടില്ല. ഇന്ന് ഈ ഫ്രൈഡേ ഇങ്ങനെയൊക്കെയാണ് അങ്ങ് കഴിഞ്ഞു പോയത്. ഫ്രൈഡേ നേരത്തെ സമയം അങ്ങ് പോവും കേട്ടോ. ഞാൻ ഇവിടുത്തെ മതിൽ കാണിച്ചു തരാം. ഈ വഴിയിലേ ഒരു മതിലുണ്ട്, ഭയങ്കര തിളക്കാണ്. ഈ മതിലിനൊരു തിളക്കമുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, ഫോണിൽ എനിക്ക് നല്ലതുപോലെ കാണുന്നില്ല. പക്ഷേ ഒരു തിളക്കമുള്ളൊരു മതിലാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ട് തിളങ്ങുന്നൊരു മതിലാണ്. ഇതൊരു വലിയൊരു ഫാമിലിയുടെ വീടാണ്. വീട് പള്ളി എല്ലാം കൂടെ ചേർന്ന് ഇതെല്ലാം ആ വീടിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇക്കവിടെയൊക്കെ പോയി നിൽക്കുന്നുണ്ട്. ഇവിടെ റംസാൻ ആകുമ്പോഴത്തേനും ഈ ചന്ദ്രക്കല ഫുള്ളും മിന്നും. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് രാത്രി നടക്കാൻ ഇറങ്ങുമ്പോൾ ഉള്ള ചെറിയ കാഴ്ചകളാണ് കേട്ടോ. ഫുള്ള് വേപ്പുമരാണ് കേട്ടോ, ഫുള്ള് വേപ്പുമരാണ്, ഇഷ്ടം പോലെ വേപ്പുമരാണ്. വേപ്പ് പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. വേപ്പുമരത്തിന് ഒരു ക്ഷാമമില്ല. എന്താവശ്യത്തിനും വേപ്പുമരം കിട്ടും, വലിയ വേപ്പല കിട്ടും നമുക്ക്. അതേ പോകുന്നൊരു പട്ടിക്കുട്ടി, അവയ്ക്ക് പൂടയൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഡ്രിം ചെയ്ത് നിർത്തിയിരിക്കും അവനെ. ഞാൻ പറഞ്ഞ ആ വീടില്ലേ, ആ വീടിൻ്റെ ഒരു ഫുൾ മജ്ലിസാണത് കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീടിൻ്റെ 4 ചുറ്റുമാണ് നമ്മൾ നടന്ന് വന്നിരിക്കുന്നത്. വീടെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് വലിയൊരു കൊട്ടാരമാണ്, വലിയൊരു കൊട്ടാരമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് ദൂരം കൂടെ നടന്നിട്ട് റൂമിൽ പോകും, ഫ്രഷ് ആവും.
ഇത് നാളെ ആയിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.